നിങ്ങൾ ഈ അനാലിസിസിന്റെ തലക്കെട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നാസിക്കിൽ നിന്നും ചേർത്തലയിലേക്ക്. അതെ, ഇത് തമ്മിൽ രണ്ടും വ്യത്യസ്തമായ സ്ഥലങ്ങളാണ്, വ്യത്യസ്തമായ അകലത്തിൽ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് തമ്മിലുള്ള ദൂരം കുറഞ്ഞു വരും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാസിക്കിലെ ദുരിതപൂർണമായ, ദുഃഖപൂർണമായ, അല്ലെങ്കിൽ ഭീതിജനകമായ മതം മാറ്റ ലോബികളുടെ ക്രൂരതകളുടെ വാർത്തകളാണ് നാം കേട്ടതെങ്കിൽ മറ്റൊരു തരത്തിലാണ് ചേർത്തലയിൽ ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്ന ഒരു നാടകം. ഈ സംഭവത്തിന് മുൻപ് ചില കാര്യങ്ങൾ കൂടി പ്രേക്ഷകർ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ചേർത്തലയിലെ ഒരു കട, മെഹർ മന്തിക്കട എന്ന് പറയുന്ന ഒരു ബിരിയാണി കട, അതിന്റെ ഓണർ അർഷാദ് എന്ന് പറയുന്ന ഒരു ഓണർ, ആ കടയുടെ ഉടമ വിഷുദിനത്തിൽ ഒരു ആശംസ കാർഡ് ഇറക്കുന്നു, ഒരു പരസ്യം ഇറക്കുന്നു. അതിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ബിരിയാണി കഴിക്കുന്ന ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഇത് വളരെ വ്യാപകമായി വ്യാപിക്കപ്പെട്ടു. വലിയ രീതിയിൽ വലിയ കലാപങ്ങളോ സംഘർഷങ്ങളോ ഒന്നും ഈ നാട്ടിൽ ഉണ്ടായില്ല. കാരണം ഈ നാട് ഹിന്ദുവിൻ്റെതാണ്, ഹിന്ദു ആയതുകൊണ്ട് മാത്രമാണ്. ഹിന്ദു അല്ലായിരുന്നെങ്കിലോ എന്ന് ചോദിക്കുന്നവർക്ക് കുറച്ച് ഉത്തരങ്ങൾ പറയുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഒന്ന്, 2005 സ്ഥലം ഡെൻമാർക്ക്. അവിടെ ജൈലൻ പോസ്റ്റേൺ എന്ന് പറയുന്ന പത്രത്തിൽ മുഹമ്മദ് നബി അല്ലെങ്കിൽ പ്രവാചകന്റെ ഒരു കാർട്ടൂൺ, ആ കാർട്ടൂൺ വരികയുണ്ടായി. ബോംബ് ടർബൈൻ എന്നാണ് ആ കാർട്ടൂൺ ഇട്ടിരുന്ന പേര്. ഒരു പറ്റം കാർട്ടൂണിസ്റ്റുകൾ വരച്ച കാർട്ടൂണാണ് എന്നാണ് ഇത് പറയുന്നത്. തുടർന്ന് സ്വാഭാവികമായി തന്നെ ഇസ്ലാം മതത്തിൽ ഈ പ്രവാചകന്റെ രൂപങ്ങൾ വരയ്ക്കുന്നതോ പ്രദർശിപ്പിക്കുന്നതോ നിരോധിക്കപ്പെട്ടിരിക്കുന്നിടത്താണ് ഇങ്ങനെ ഒരെണ്ണം 2005 ഡെൻമാർക്കിലെ ഈ പറയുന്ന ജൈലൻ പോസ്റ്റേൺ എന്ന് പറയുന്ന പത്രത്തിൽ ഈ കാർട്ടൂൺ വരുന്നത്. അതിനുശേഷം 11ഓളം മുസ്ലിം രാജ്യങ്ങൾ ഡെൻമാർക്കിനെ പ്രതിഷേധം അറിയിക്കുന്നു. 2006 ആയപ്പോഴേക്കും വലിയ പ്രതിഷേധമായി ലോകത്തെമ്പാടും വലിയ സംഘർഷം തന്നെ രൂപപ്പെടുന്നു. 100 കണക്കിന് പേർ കൊല്ലപ്പെടുന്നു. വലിയ രീതിയിൽ തന്നെ ഇതിനോട് പ്രതികരിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ പല പത്രങ്ങളും ഈ കാർട്ടൂൺ വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഈ യൂറോപ്പിൽ തന്നെ ഈ രണ്ട് വിഭാഗം, അതായത് തീവ്ര ഇസ്ലാമിസ്റ്റുകളും ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ ജൂതന്മാർ രണ്ട് വിഭാഗമായി തിരിയുന്നതിന് ഒരു കാരണം, പല കാരണങ്ങളുണ്ട്, അത് ഒരു കാരണം. ഇനി അടുത്ത കേസ് നമുക്ക് നോക്കാം. 1993 ലജ്ജ എന്ന് പറയുന്ന ഒരു നോവൽ എഴുതിയത് തസ്ലീമ നസ്രി എന്ന് പറയുന്ന ബംഗ്ലാദേശി എഴുത്തുകാരിയാണ്. ആ നോവൽ ഒരു ഹിന്ദു കുടുംബത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു നോവലാണ്. ആ മുസ്ലിം ഭൂരിപക്ഷമായ ഒരു രാജ്യത്ത് താമസിക്കുന്ന ഹിന്ദു കുടുംബത്തിന് എന്തൊക്കെ യാതനകൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ് ആ നോവലിൽ പറയുന്ന കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അതിൽ ചില ഇസ്ലാമിക വാക്കുകൾ ഉച്ചരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന തസ്ലീമ നസ്രിനെ നാടുകടത്തി മരണ വാറണ്ട്, അതായത് ഫത്വ പുറപ്പെടുവിച്ചു ഇവരെ വധിക്കുന്നതിന് വേണ്ടി. അവർ പല രാജ്യങ്ങളിലും അലഞ്ഞു, ഇന്ത്യയിലും എത്തി. അങ്ങനെ ഇന്ത്യയിൽ അവർ താമസിക്കുമ്പോഴാണ് 2007 കൊൽക്കത്തയിൽ വലിയ രീതിയിൽ കലാപമുണ്ടായി. ഇവർ താമസിക്കുന്നതിന് ഇവരെ വധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതായിരുന്നു അടുത്തത്. ഇനി ഇന്ത്യൻ വംശജനായ ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരുണ്ട്, പേര് സൽമ റുഷ്ദി. 1988 അദ്ദേഹം ഒരു ബുക്ക് എഴുതി. ആ ബുക്കിന്റെ പേരാണ് സാത്തനിക് വേഴ്സസ്. ഈ ബുക്ക് ഇറങ്ങി തുടർന്ന് വലിയ രീതിയിൽ ഇസ്ലാമിനെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോകമെമ്പാടും നിരോധിച്ചു. നമ്മുടെ രാജ്യത്തും അത് നിരോധിക്കപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന് അയത്തുള്ള ഖമേനി വധശിക്ഷ 1989 വിധിക്കുകയുണ്ടായി. മരണ വാറണ്ട് അദ്ദേഹത്തിന് വിധിക്കുകയുണ്ടായി. അദ്ദേഹം വിവിധ രാജ്യങ്ങളിൽ ഇപ്പോൾ പ്രവാസിയായി രഹസ്യമായി താമസിക്കുന്നു. മറ്റൊരാൾ ഇതുപോലെ തന്നെ ഇതൊക്കെ കത്തി നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ കണ്ട അനവധി കാര്യങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലും മീശ എന്ന് പറയുന്ന ഒരു നോവൽ എഴുതുകയും ആ നോവലിലൂടെ ഹിന്ദുക്കളെ അപമാനിക്കുകയും ചെയ്തു. ഇവിടെ ആരും മീശ എഴുതിയവന്റെ മീശ പറിക്കാൻ പോയില്ല എന്നതും ശ്രദ്ധേയമായ കാര്യം. ഇതൊക്കെ ഹിന്ദുവിന്റെ ബലഹീനത കൊണ്ടല്ല. കാരണം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. MF ഹുസൈൻ എന്ന് പറയുന്ന ഒരു ചിത്രകാരനുണ്ടായിരുന്നു. ആ ചിത്രകാരൻ ഹിന്ദു ദേവതകളെ, വിശിഷ്യ സരസ്വതി ദേവിയുടെയും മറ്റുമൊക്കെ നഗ്ന ചിത്രം വരച്ചു. അതിന്റെ പ്രതികരണം നാം കണ്ടതാണ്. മഹാരാഷ്ട്രയിലടക്കം ഈ MF ഹുസൈന്റെ ആർട്ട് ഗാലറികൾ മുഴുവൻ ഹിന്ദുത്വ സംഘടനകളും ഹിന്ദു വിശ്വാസികളും തച്ചു തകർക്കുകയുണ്ടായി. വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ആളിപ്പടർന്നു. ഒടുവിൽ അദ്ദേഹം ഇന്ത്യ വിട്ടു. ഇപ്പോൾ ഖത്തറിന്റെ പൗരത്വം സ്വീകരിച്ച് ഖത്തർ പൗരനായി അദ്ദേഹം ഖത്തറിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഹിന്ദുക്കൾക്ക് പ്രതികരിക്കാൻ അറിയില്ല എന്നുള്ളതല്ല, ക്ഷമയുടെ നെല്ലിപ്പലക കാണുമ്പോൾ അവൻ പ്രതികരിച്ചു പോകും. പക്ഷെ കേരളത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് ഇനി സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയുകയുമില്ല. കുറച്ചു നാൾക്ക് മുമ്പായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപം ഒരു ഹോട്ടൽ, ഒരു ലോഡ്ജ് നടത്തുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഈ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അത് പറയുന്നതുകൊണ്ട് യാതൊരു മടിയും നമ്മൾ വിചാരിക്കേണ്ട കാര്യം. അദ്ദേഹം തന്റെ ഗുഹ്യഭാഗത്തെ രോമം പറിച്ചെടുത്തുകൊണ്ട് തുളസിത്തറയിൽ പൂജ ചെയ്യുന്ന വീഡിയോ പുറത്തേക്ക് വിടുന്നു. അത് വളരെ വ്യാപകമായി പ്രചരിക്കുന്നു. അതിനുശേഷം ഇദ്ദേഹത്തെ പിടിക്കുമ്പോൾ ഇദ്ദേഹം മാനസിക രോഗിയാണെന്ന് പോലീസ് പറയുന്നു, മാപ്പ് പറഞ്ഞു എന്ന് പറയുന്നു. അതിന് സമാനമായ രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഈ ചേർത്തലയിലെ ഒരു ബിരിയാണി കട, ആ ബിരിയാണി കടയുടെ പോസ്റ്റർ ഇത്തരത്തിൽ വന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്.
ഇവിടെ ഒരു വിചിത്രമായ നരേറ്റീവ് വന്നു. ഈ ഫോട്ടോ വന്നതിന് ശേഷം അതൊരു ഒരു ദൈവത്തിന്റെ ചിത്രമാണ് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. അവരതിന് ആദ്യം കൊടുത്ത നരേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഹിന്ദുക്കളെല്ലാം പാവപ്പെട്ടവരും നല്ലവരുമാണ്, ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു, പക്ഷേ ഇത് BJPയും RSSകാരെയുമാണ് ഞങ്ങൾ എതിർക്കുന്നത്. BJPയുടെയും RSSന്റെ സ്വകാര്യ സ്വത്തല്ല കൃഷ്ണൻ എന്നറിയുക. ലോകമെമ്പാടുമുള്ള കോടാനുകോടി ഹിന്ദു വിശ്വാസികളുടെ ദൈവമാണ് കൃഷ്ണൻ. ആ കൃഷ്ണനെ അപമാനിച്ചു കഴിഞ്ഞാൽ RSSും BJPയും ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം അതിനെതിരെ പ്രതികരിക്കാൻ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി വരും. അതിന് വിവിധ സമൂഹങ്ങളുണ്ട്, വിവിധ സംഘടനകളുണ്ട്, അല്ലെങ്കിൽ വിവിധ കൂട്ടങ്ങളുണ്ടല്ലോ, ഒറ്റയ്ക്ക് തന്നെ പ്രതികരിക്കാൻ അവൻ മുൻപോട്ട് വന്നുകൊണ്ടിരിക്കും. അവിടെ അത് തീർന്നില്ല. പിന്നീട് നരേഷൻ അത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. കാട്ടിൽ ശ്രീരാമൻ മാനിനെ കൊന്നത് എന്തിനായിരുന്നു? സീതയ്ക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാനായിരുന്നു. ശ്രീകൃഷ്ണൻ കാട്ടിൽ എന്താണ് ചെയ്തത്? കാട്ടിൽ അലഞ്ഞു തിരിയുന്ന ശ്രീകൃഷ്ണൻ അവിടുത്തെ പക്ഷിമൃഗാദികളെ ചുട്ടു കൊല്ലുകയായിരുന്നു, തിന്നുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഹിന്ദുമതത്തിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം പിറന്നു വീണ ഇസ്ലാം മതത്തിന്റെ സന്തതികൾ ഉറഞ്ഞു തുള്ളുന്നത്. കുറഞ്ഞ വർഷം പൂർവ്വകാലം ഒന്ന് ആലോചിക്കണം. നിങ്ങൾക്ക് മുൻപുണ്ടായ മതമാണ് ഹിന്ദുമതമെന്ന് നിങ്ങൾ കരുതേണ്ടതായിട്ടുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ സംഭവം എന്തെന്ന് ചോദിച്ചാൽ വളരെ ലളിതമായി തന്നെ പറയാം. കാശ്മീരിലടക്കം ഈ തീവ്രവാദത്തിന്റെ വേരറത്തു തുടങ്ങിയിരിക്കുന്നു. അവിടെ എങ്ങും ഓട്ടമില്ലാതെ വന്നപ്പോൾ ദക്ഷിണേന്ത്യ പൊതുവെ ഇത്തരം ഇടങ്ങളാണ്, ഇത്തരം ആളുകൾക്ക് വലിയ പിന്തുണ ലഭിക്കുന്ന ഇടങ്ങളാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ കാലത്ത് അവർക്ക് വേണ്ടി പ്രത്യേക ഫണ്ട് എല്ലാ കടക്കാരും എന്ന് പറയുമ്പോൾ ആ വിഭാഗത്തിൽ തന്നെയുള്ള പെടുന്ന കടക്കാര് ഒരു തുക മാറ്റിവെക്കുന്ന പതിവുണ്ടായിരുന്നു. അതായത് ഹിന്ദുവിന് നേരെ വാളോങ്ങുന്ന പോപ്പുലർ ഫണ്ടുകാരന് ഹിന്ദുവിന്റെ പണം തന്നെ വാങ്ങി കൊടുക്കുന്ന ഒരു രീതി. പോപ്പുലർ ഫണ്ട് നിരോധനത്തിന് ശേഷം അത്തരത്തിലുള്ള പല കടകളും പൂട്ടിപ്പോവുകയുണ്ടായി. നമുക്കറിയാം, ഈ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ കച്ചവടക്കാരുള്ളതും കച്ചവടം നടത്തുന്ന വിഭാഗം എന്ന് പറയുന്നത് ഇത്തരക്കാരുടെ വിഭാഗങ്ങളാണ്. ആ വിഭാഗത്തിന് കച്ചവടം എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുസ്ലിങ്ങളുടെ കടയിൽ മുസ്ലിങ്ങൾ മാത്രം കയറി കഴിഞ്ഞാൽ കച്ചവടം കിട്ടില്ല. പ്രത്യേകിച്ച് ഈ ബിരിയാണി പോലെ, മന്തി പോലുള്ളത് ഏറ്റവും കൂടുതൽ വാങ്ങി കഴിക്കുന്നതും ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തന്നെയാണ്. അത് ഏത് കടയുടെ മുമ്പിൽ ചെന്നാലും നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നും ഇവിടെ ആർക്കും വിരോധവുമില്ല. പക്ഷെ ആ പണം വാങ്ങി അവന്റെ ദൈവത്തെ തന്നെ താറടിക്കുന്നത് എത്ര അപഹാസ്യകരമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഇദ്ദേഹം ഒരു മാപ്പ് പറയുകയാണ്. അതായത് ഇവിടുത്തെ ഒരു ടെസ്റ്റ് ഡോസാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഇപ്പോൾ ഭരണം മാറുമ്പോഴും ഇത്തരക്കാരുടെ കൂത്തരങ്ങായി കേരളം മാറുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണിത്. കാരണം UDF വന്നാൽ അതിൽ SDPI ഉണ്ട്, ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്. LDF ആണ് വരുന്നെങ്കിൽ അതിലും SDPI ഉണ്ട്, PDP ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഇവരുടെ വോട്ട് വാങ്ങി ജയിച്ചവർക്ക് ഇവരുടെ ചെയ്തികൾ കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇടതും വലതും ഇതിനെ അപലപിച്ച് രംഗത്തെത്താൻ തയ്യാറാകാഞ്ഞത്. മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഒരു വരി വാർത്ത കൊടുത്തില്ല. എന്തിനേറെ പറയുന്നു, കുറച്ചുനാൾക്ക് മുമ്പ് കുംഭമേളയിലെ വൈറൽ ഗേളിന്റെ വിവാഹം വളരെ ഭംഗിയായി ആഘോഷിച്ച മാധ്യമങ്ങൾ ഇന്ന് ആ പെൺകുട്ടിയുടെയും ആ യുവാവിന്റെ പേര് ഫർഖാൻ ഖാൻ എന്നാണ്. ഈ ഫർമാൻ ഖാന്റെ ചിത്രം പോലും ബ്ലർ ചെയ്താണ് കൊടുക്കുന്നത്. നമ്മുടെ മലയാള മാധ്യമങ്ങളുടെ ഒരു വലിയ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. ഇവിടെ പ്രതിപ്പട്ടികയിൽ ചേർന്നാലോ ആരോപണ വിധേയനായ ഒരു വ്യക്തിയുടെ പൂർണ്ണകായ ചിത്രവും, എന്തിനേറെ ദിലീപിന്റെ ബാത്റൂമിൽ പോലും ക്യാമറ കൊണ്ടുവന്ന് നമ്മുടെ ചാനലുകൾ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് വിവാഹം കഴിച്ച് ഒരുവന്റെ മുഖം പോലും ബ്ലർ ചെയ്ത് കൊടുക്കുമ്പോൾ മതേതരത്വം തകരാതെ അവർ കാണിക്കുന്ന ആ ഒരു വലിയ കരുതലുണ്ടല്ലോ, അത് നാം കാണാതെ പോകരുത്. TCS എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നടന്ന മതപീഡനം വാർത്ത 3-4 ദിവസം മുക്കിവെച്ച അവരുടെ വിശാല മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. അതുപോലെ തന്നെ ഈ പേരിനോടൊപ്പം ഇപ്പോൾ ഈ എന്താ പറയുന്നത്, ഹിന്ദു പേരുകളാണ് വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുകയും ഇസ്ലാമിക പേരുകളാണെങ്കിൽ അതിന് മുക്കുകയും അവരുടെ ഓമന പേരുകൾ മാത്രം നൽകുകയും ചെയ്യുന്ന മാധ്യമധർമ്മം നമ്മൾ കാണാതെ പോകരുത്. ഇതിലൊക്കെ ഇവർ പറയുന്ന പേരാണ് മതേതരത്വമെന്ന്. എന്നിട്ട് ഇവർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഞങ്ങൾ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകരാണ്. എന്തുകൊണ്ടാണ് ഇവർ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകരാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നതെന്ന് അറിയാമോ? ഇവർക്ക് തന്നെ ഒരു സ്വയം കുത്തലുണ്ട്, കുറ്റബോധമുണ്ട്. താങ്കൾ ഒരു പക്ഷം ചേർന്ന് പോവുകയാണ്, അതുകൊണ്ട് താങ്കൾ നിഷ്പക്ഷരെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് പക്ഷമുണ്ട് എന്ന് തെളിഞ്ഞു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം മാധ്യമ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നതും മുൻപോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഇതിവിടം കൊണ്ട് അവസാനിപ്പിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രതികരണം മറ്റൊരു രൂപത്തിൽ, അതായത് മറ്റു മതങ്ങളുടെ ദൈവങ്ങളെ ഇതുപോലെ അവഹേളിച്ചുകൊണ്ട് ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങളുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഞാൻ മുൻപ് പറഞ്ഞത്. അതുകൊണ്ട് അത്തരത്തിലേക്ക് ഹിന്ദു നീങ്ങുന്നില്ല എന്ന് കരുതുന്നത് കൊണ്ട്, ഇല്ലെങ്കിൽ അങ്ങനെ കരുതരുത്. കാരണം അതൊരു അവന്റെ ബലഹീനതയല്ല. അതാണ് ഞാൻ MF ഹുസൈന്റെ കഥ പറഞ്ഞത്. അവിടെ ബലഹീനതയല്ല നമ്മൾ കണ്ടത്, സംഹാര താണ്ഡവമാണ് കണ്ടത്. നോർത്ത് ഇന്ത്യയിലടക്കം BJPക്ക് ആളെ കൂട്ടുന്ന പണിയാണ് ഈ മുസ്ലിം സംഘടനകൾ പലപ്പോഴും എടുത്തിട്ടുള്ളത്. കേരളത്തിൽ പോലും BJPക്ക് ഒരു വലിയ സംഭാവന ചെയ്തതും ഇത്തരത്തിലുള്ള SDPയും പോപ്പുലർ ഫണ്ടും അടക്കമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ BJPക്കാര് അരമനകൾ കയറുന്ന സമയമുണ്ടെങ്കിൽ ആ സമയത്ത് വല്ല പോപ്പുലർ ഫണ്ടുകാരന്റെയും വീട്ടിൽ പോയിരുന്നെങ്കിൽ അവൻ മുഖേനയാണ് ഇത്രയും പേര് ഇതിലേക്ക് ആകർഷിച്ചു വരുന്നത്. കാരണം അവന്റെ അതിതീവ്രമായ മതഭ്രാന്ത്, അവന്റെ അതിതീവ്രമായ ചെയ്ത്തികൾ ഒരു വിഭാഗം ഹിന്ദുക്കളെങ്കിലും BJPയോട് അടുക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ്. ആ ഒരു പാർട്ടിയിൽ ഒരുപാട് പേർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ
ആ പാർട്ടി അവർക്ക് സംരക്ഷണം ഒരുക്കുമെന്ന് കരുതിയിട്ട് തന്നെയാണ്. ഇനി ആ പാർട്ടി സംരക്ഷണം ഒരുക്കിയില്ലെങ്കിലും അതിനെതിരെ പോരാടാൻ ഈ രാജ്യത്തെ ഹിന്ദുക്കൾ തയ്യാറാണ്. നമ്മൾ കണ്ടതാണ് മുഗളന്മാർക്കെതിരെ പോരാടിയവരുടെ വിജയകഥ. അതിനപ്പുറത്തേക്ക് കടന്നു വന്നവരെ പലായനം ചെയ്യിച്ച ഒരു ചരിത്രമുള്ള നാട്. പലവട്ടം 800 വർഷം ഭരിച്ച മുഗളന്മാർക്ക് ഇസ്ലാമിക ഭരണകൂടം ഈ രാജ്യത്ത് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. 200 വർഷം ഭരിച്ച ബ്രിട്ടീഷുകാർക്ക് ക്രിസ്തീയ പാരമ്പര്യം ഈ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അന്നൊന്നും RSS ഇല്ലായിരുന്നു, അന്നൊന്നും BJP ഇല്ലായിരുന്നു. അന്നൊക്കെ അസംഘടിതരായ ഹിന്ദു ആയിരുന്നു. അസംഘടിതരായ ഹിന്ദുവിന് അത്രയും കഴിയുമെങ്കിൽ ഇന്ന് സംഘടിതരായ ഹിന്ദുവിന് അത്രയും കഴിയുമെന്ന് കൂടി ചിന്തിക്കണം. ഒരു മതത്തെ അപമാനിച്ചുകൊണ്ടല്ല മുൻപോട്ട് പോകേണ്ടത്. നിങ്ങൾ കച്ചവടം ചെയ്തോളൂ, കുഴപ്പമില്ല. കൃഷ്ണൻ മയിൽപ്പീലി ചൂടി നടക്കുന്ന കൃഷ്ണന്റെ പടം അറിയാതെയോ യാദൃശികമായോ വന്നതല്ല. കാരണം ലോകത്ത് മയിൽപ്പീലി ഈ തലയിൽ ചൂടി നടക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയില്ല. അത് ഭഗവാൻ ശ്രീകൃഷ്ണന് മാത്രമേ ഉള്ളൂ. ആ ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെ ഇരുത്തിക്കൊണ്ട് ചിക്കൻ കൊടുത്ത് നിങ്ങളുടെ മനസ്സ് കാണാതിരിക്കാൻ കഴിയില്ല. അറസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, ലഹളയുണ്ടാക്കാൻ സാമുദായിക സ്പർദ്ധ പരത്താൻ ശ്രമിച്ചതിന് വലിയ കുറ്റം തന്നെ ചുമത്തേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസികളടക്കം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നാസിക്കിലെ TCS എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നടന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് ഇന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫട്നാവിസ് ദേവേന്ദ്ര പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇതൊരു മൊഡ്യൂൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ മൊഡ്യൂൾ പല രീതിയിൽ ഇത്തരത്തിൽ ഉള്ള ഓരോ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അതായത് ആദ്യം ഇതിനെക്കുറിച്ച് ചിത്രം വിടുക, അതിനെതിരെ ആരും പ്രതികരിക്കുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി രൂക്ഷമായ രീതിയിൽ ചിത്രങ്ങൾ പുറത്തു വരിക, ഇല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങൾക്കെതിരെ കഥ പറയുക, ഇല്ലെങ്കിൽ ഓരോ വാർത്തകൾ പടച്ചുവിടുക, അതിലും ആരും കൊത്തിയില്ലെങ്കിൽ ചവിട്ടി മതിച്ച് മുൻപോട്ട് പോവുക എന്നൊരു നയമാണ് ഇവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത്. ധാരാളം സ്ലീപ്പർ സെല്ലുകളും മതമൗലികവാദ സംഘടനകളും ഭീകര സംഘടനകളും ഒളിഞ്ഞിരിക്കുന്ന ഒരിടം തന്നെയാണ് കേരളം എന്ന് പറഞ്ഞത്. കേരളത്തിന്റെ ഇല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ മന്ത്രിമാരാരുമായിരുന്നില്ല, ഐക്യരാഷ്ട്രസഭയായിരുന്നു പറഞ്ഞത് ദക്ഷിണേന്ത്യ ഭീകരവാദികളുടെ പുതിയ ഹബ്ബായി മാറിയിരിക്കുന്നുവെന്ന്. അതിന്റെ തെളിവാണിത്. ഏതായാലും ഇനി വരാൻ പോകുന്ന കാലത്തിനുള്ള ഒരു ട്രയൽ റണ്ണ് ഇന്ത്യ മുഴുവൻ നടക്കുന്നു. അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ ഇത്തരം നീക്കങ്ങൾ. ആദ്യം ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ ബീഫ് കഴിക്കാൻ ഒരു പെൺകുട്ടിയെ നിർബന്ധിക്കുക, പിന്നീട് വിവാദമാകുമ്പോൾ മാപ്പ് പറയുക, തന്റെ സുഹൃത്താണെന്ന് പറയുക, താൻ ബീഫിനെതിരല്ലെന്ന് പറയുക, ഇല്ലെങ്കിൽ ബീഫിനെതിരാണെന്ന് പറയുക, ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുക. അതായത് ഒരു ടൈമിൽ തങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറയുക, അതിനുശേഷം പറയുന്നു ഹിന്ദു സഹോദരങ്ങളെ നിങ്ങളെ അല്ല പറഞ്ഞത് BJP-ക്കാരെയാണ് ഞങ്ങൾ പറഞ്ഞതെന്ന് പറയുക. അവിടെയും രക്ഷയില്ലാതെ വരുമ്പോൾ ഉരുണ്ട് കളിക്കുക. അതായത് പറയാനുള്ളത് പറയുന്നു, പിന്നീട് ഒരു ക്ഷമ പറഞ്ഞ് ഊരാൻ നോക്കുന്നു. ആ ക്ഷമയിൽ ഒതുങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെയല്ല BJP-ക്കാരെയാണ്. BJP-യോ RSS-ഉം ഹിന്ദു ഒക്കെ ഈ നാട്ടിൽ തന്നെ ജനിച്ച് വളർന്നവരാണെന്നുള്ള സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടാകണം. എന്താ അവരും മനുഷ്യരല്ലേ? 5-5.5 കോടി മെമ്പർഷിപ്പ് ഉള്ള ഒരു പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് ഒരു നിമിഷം തൂത്തുകളായോ മറക്കുവാനോ കഴിയുമോ? ഇതെന്തായാലും രാഷ്ട്രീയമല്ല, ഇത് വിശ്വാസമാണ്, ആചാരമാണ്, മതമാണ്. മതത്തിന് മുകളിൽ കയറി കളിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. കൈവിട്ടു പോയാൽ പിടിച്ചാൽ തിരികെ കെട്ടില്ല. ഇത് തന്നെയാണ് നമ്മുടെ പോയിന്റ്. നന്ദി, നമസ്കാരം.